സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനമായ റായ്പൂരിൽ നിന്നും 90 കിലോമീറ്റർ സഞ്ചരിച്ച് മഹാസമുന്ദ് ജില്ലയിലെ ബാഗ്ബറ എന്ന സ്ഥലത്തുള്ള ചണ്ഡീദേവി ക്ഷേത്രത്തിലാണ്. ഗോമാതാവിൻ്റെ രൂപത്തിൽ സ്വയംഭൂവായ ചണ്ഡീദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടുത്തെ നിത്യസന്ദർശകരായ കരടിക്കുട്ടന്മാർ അഥവാ സ്ലോത്ത് ബിയറുകളാണ് ഞാനിവിടെ എത്താൻ കാരണം. ചുറ്റും കൊടും കാടുകളാൽ ചുറ്റപ്പെട്ട വലിയൊരു കുന്നിൻ്റെ മുകളിൽ അതിമനോഹരമായ ഒരു സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സ്വന്തം വാഹനമില്ലാത്തവർക്ക് ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബാഗ്ബറ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഉദ്ദേശം 5 കിലോമീറ്റർ ദൂരത്തിലുള്ള ഇവിടേക്ക് കുറേ ദൂരം നടന്നും പിന്നെ ഒരു ബൈക്കിൽ ലിഫ്റ്റ് അടിച്ചുമൊക്കെയാണ് ഞാൻ ഇന്ന് രാവിലെ ഇവിടെ എത്തിയത്. കുന്നുകയറി ഞാൻ ക്ഷേത്ര പരിസരത്ത് എത്തിയിരിക്കുന്നു. സമയം ഇപ്പോൾ രാവിലെ 8:30 ആയിട്ടേയുള്ളൂ. ആളുകളൊന്നും തീരെയില്ല. വലിയൊരു പ്രദേശത്താണ് ക്ഷേത്രം ഇരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തു കൂടിയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് എന്ന് തോന്നുന്നു. ദേ ഈ കാണുന്നതാണ് മുൻവശത്തു കൂടിയുള്ള പ്രധാന കവാടം. ഇതിലൂടെ വാഹനങ്ങളൊക്കെ ഇങ്ങ് മുകളിൽ വരെ എത്തും. പിറകുവശത്തു കൂടിയാണെങ്കിൽ നടന്നു കയറി വരാനേ സാധിക്കുകയുള്ളൂ. ഈ കാണുന്നത് ഹനുമാൻ സ്വാമിയുടെ ഒരു ക്ഷേത്രമാണ്. ഇപ്പം സമയം വൈകിട്ട് 4 മണി ആകാറായിരിക്കുന്നു. ചെറുതായി മഴയൊക്കെ ചാറുന്നുണ്ട്. കരടികൾ വരാറുള്ള സമയമായിട്ടുണ്ട് എന്ന് ഇവിടുത്തെ ശാന്തിക്കാരും മറ്റും പറഞ്ഞു. ഇവിടെ സമീപത്തൊന്നും ഹോട്ടലും മറ്റുമില്ല. രാവിലെയും ഉച്ചയ്ക്കും ഈ അമ്പലത്തിൽ നിന്ന് ജീവനക്കാരുടെയും മറ്റും ഒപ്പം ഇരുന്നാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. കരടികളെയും മറ്റും കണ്ട് ഇന്നിവിടെ തങ്ങി നാളെ പോയാൽ മതിയെന്നാണ് ക്ഷേത്ര ട്രസ്റ്റിൻ്റെ നടത്തിപ്പുകാരനായ പ്രധാന സ്വാമി പറയുന്നത്. മഹാരാജ് എന്നാണ് എല്ലാവരും അദ്ദേഹത്തെ വിളിക്കുന്നത്. ഇതാണ് ചണ്ഡീദേവിയുടെ പ്രതിഷ്ഠ. ഗോമാതാവിൻ്റെ രൂപത്തിൽ സ്വയംഭൂവായതാണ് ദേവി ഇവിടെ എന്നാണ് വിശ്വാസം. ഗോമാതാവിൻ്റെ രൂപമുള്ള വലിയൊരു പാറയാണ് ദേവീ സങ്കല്പത്തിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നത്. ദുർഗാപൂജയും ശിവരാത്രിയുമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ. ആ സമയത്ത് ജനസഹസ്രങ്ങളെ കൊണ്ട് ഇവിടം നിറയുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ഉച്ചയ്ക്ക് ക്ഷേത്രം അടയ്ക്കാറില്ല. രാവിലെ 6 മണിക്ക് തുറന്നാൽ വൈകിട്ട് 8 മണിക്ക് അടയ്ക്കുകയുള്ളൂ. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് താമസിക്കാനും വിശ്രമിക്കാനും മറ്റുമുള്ള എല്ലാ സൗകര്യങ്ങളും ക്ഷേത്ര ട്രസ്റ്റ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തബലയുടെ രൂപത്തിൽ പെയിൻറ് ചെയ്തിരിക്കുന്ന 2 വലിയ പാറകളാണിത്. അതിരാവിലെയും വൈകുന്നേരവുമാണ് കരടികൾ ക്ഷേത്രത്തിലെത്തുന്നത്. രാവിലെ ഞാൻ എത്തിയപ്പോഴേക്കും അവ വന്നുപോയിരിക്കുന്നു. വൈകുന്നേരം ക്ഷേത്രത്തിലെത്തിയ കരടികളെയാണ് നമ്മൾ ഇപ്പോഴീ കാണുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിൽ കുറേ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. ദൂരെ ദൂരേന്ന് ഈ കരടികൾ എത്തുന്നതറിഞ്ഞ് അവയെ കാണാൻ കൂടിയാണ് ഭക്തജനങ്ങൾ എത്തുന്നത്. ഒരു തള്ളക്കരടിയും 2 കുഞ്ഞുങ്ങളുമാണിത്. ആകെ 7-8 കരടികൾ ഇവിടെ സമീപത്തെ കാട്ടിൽ നിന്നും നിത്യസന്ദർശകരായി എത്തുന്നുണ്ട് എന്നാണ് ക്ഷേത്ര ജീവനക്കാർ പറഞ്ഞത്. ക്ഷേത്രത്തിൽ വഴിപാടായി ധാരാളം ലഭിക്കുന്ന നാളികേരവും മറ്റും ശാന്തിക്കാരനും മറ്റു ജീവനക്കാരും ഇവയ്ക്ക് പൊട്ടിച്ചു നൽകുന്നത് കൂടാതെ ഭക്തജനങ്ങൾ വാങ്ങി നൽകുന്ന ബിസ്ക്കറ്റും കടലയും ഈന്തപ്പഴവും ഇവ ഉത്സാഹത്തോടെ ഭക്ഷിക്കുന്നു. നാളിതുവരെ ഈ വന്യജീവികൾ ഇവിടെയുള്ള ആർക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് അറിയുന്നത്. ഭക്തജനങ്ങളുടെ വരവ് കൂടിയതോടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഒരു താൽക്കാലിക ജീവനക്കാരനെ കരടികൾ വരുമ്പോൾ മേൽനോട്ടത്തിനായി ട്രെയിനിങ് നൽകി നിയോഗിച്ചിരിക്കുന്നു. പഴങ്ങളും കടലയുമല്ലാതെ ബിസ്ക്കറ്റും മറ്റും കൊടുക്കുന്നത് അതുകൊണ്ടിപ്പോൾ കർശനമായി നിരോധിച്ചിരിക്കുന്നു. ദുർഗാദേവിയുടെ പ്രധാന 3 രൂപങ്ങളാണ് മഹാഗൗരിയും ചണ്ഡികയും അപരാജിതയും. ഇതിൽ തന്നെ ചണ്ഡികയെ ചണ്ഡി, ചാമുണ്ട എന്നിങ്ങനെ 2 രൂപത്തിൽ ആരാധിക്കുന്നു. അസുരന്മാരായ ചണ്ഡനെയും മുണ്ടനെയും നിഗ്രഹിക്കാനായി കൗശികീദേവിയാണ് ചണ്ഡിയെയും ചാമുണ്ടയെയും സൃഷ്ടിച്ചത് എന്ന് സ്കന്ദപുരാണത്തിൽ പറയുന്നു. 1929 ഇവിടെ ഈ ക്ഷേത്രം പണിയുന്നത്. എങ്കിലും 150 കൊല്ലത്തിലധികം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്ന് തദ്ദേശീയരായ നാട്ടുകാർ പറയുന്നു. ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ചണ്ഡിയുടെ
ഈ പ്രതിഷ്ഠ ദിനംപ്രതി ചെറുതായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. കാലങ്ങൾക്ക് മുൻപ് 7 അടി പൊക്കം മാത്രമുണ്ടായിരുന്ന ഈ പ്രതിഷ്ഠ ഇന്ന് 9 അടിയിൽ അധികമുണ്ട്. അതുകൊണ്ട് തന്നെ പല പ്രാവശ്യം ക്ഷേത്ര ട്രസ്റ്റിന് ക്ഷേത്ര മേൽക്കൂര പൊളിച്ചു പണിയേണ്ടതായും വന്നിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കരടികൾക്ക് വെള്ളം കുടിക്കാനും മറ്റുമായി ക്ഷേത്ര ട്രസ്റ്റ് വലിയൊരു ജലസംഭരണി ഇവിടെ പണിതിട്ടുണ്ട്. അതിലെന്നും വെള്ളം നിറച്ചിടാറുമുണ്ട്. ക്ഷേത്രത്തിൻ്റെ വേലിക്കെട്ടിന് പുറത്താണ് ഈ ജലസംഭരണിയുള്ളത്. വൈകുന്നേരം ക്ഷേത്രത്തിലെത്തിയ കരടികൾ ജലസംഭരണിയിൽ നിന്നും വെള്ളം കുടിക്കുന്നതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ആദ്യം വന്ന ആ 3 കരടികളും പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന 2 കരടികളാണിത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫ് ഇട്ട് കൊടുത്ത കടലയാണ് കരടികൾ ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്നത്. ഓ ഭയ്യ, आपका नाम क्या है? वो आप डिपार्टमेंट का आदमी है? फॉरेस्ट डिपार्टमेंट का आदमी है क्या? हाँ हाँ, ये यहाँ काम करता है? ये भालू ये हमेशा आता है क्या? आता है ना। हाँ हाँ, रोज आते हैं 4 5 7 ऐसे करके आते हैं रोज। अच्छा हाँ, अभी 2 ही आया है ना? आया है, शाम तक और आ जाएगा। और जाएगा? कितने बजे तक आ जाएगा? उसका कोई टाइम नहीं है। हाँ, मैं केरला से हूँ। ये भालू को देखने इतने दूर आया था। यहाँ टेम्पल में आने का खबर मिला, वो यूट्यूब में सब देखा था, इसलिए आया था। अभी सवेरे आया था। चीज है भैया, यहाँ जो भालू है ना, हाँ, उसको पूरा मीठा खिलाना सब बंद कर दिया। बंद कर दिया है? बंद कर दिया। अच्छा अच्छा। सिर पर देते हैं खाने में उसको फली और नारियल। हाँ हाँ, बस यही चीज दे रहे हैं और कुछ नहीं देते। फली मतलब वो चना? हाँ, ये बादाम। हाँ हम चना कहते हैं इसको। यहाँ का टेम्पल का कुछ स्टोरी वगैरह आपको मालूम है? ये भालू आने के ये ज्यादा लगभग 20 साल हो गया आ रहे हैं। 20 साल हो गए। वो अच्छा अच्छा। अभी कोई दुर्घटना कुछ नहीं किया है? कुछ नहीं किया? कुछ नहीं किया। फ्रेंडली है? फ्रेंडली है। अच्छा, छेड़ोगे कर भी सकता है। हाँ हाँ, आप ये तो जंगल से आता है। ओ अच्छा अच्छा अच्छा, ठीक, ओके 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 ओके, താങ്ക് യു भैया, വെൽക്കം भैया। ഇത് ഭദ്രകാളിയുടെ ഒരു ഗുഹാക്ഷേത്രമാണ്. ഈ ചണ്ഡീദേവി ക്ഷേത്രത്തിൻ്റെ ചേർന്ന് തന്നെ തൊട്ട് പിറകിലായിട്ടാണ് ഈ ഗുഹാക്ഷേത്രം ഉള്ളത്. ഇതിൻ്റെ അകത്തോട്ട് കയറുകയാണ്. ഇതിനകത്ത് ഭദ്രകാളിയുടെ ഒരു ചെറിയ വിഗ്രഹമുണ്ട്. അതുകൂടാതെ 2 മെതിയടിയും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഒരു വലിയ ശൂലമുണ്ട്. നിറച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഇരുട്ടായതുകൊണ്ട് കാണാൻ പാകത്തിന്. തൊഴുത ശേഷം പുറത്തോട്ട് ഇറങ്ങുകയാണ് ഞാൻ. നമ്മളിപ്പോൾ ചണ്ഡിമാത ടെമ്പിളിൽ എത്തി, അവിടെ തൊഴുതു. അതിനുശേഷം ചണ്ഡിമാതയുടെ മുകളിൽ ശിവൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. കുറേ പൊക്കത്തിലാണ്, നല്ല കാടാണ്. ഈ കാടിൻ്റെ അകത്തൂടെ വഴിയുണ്ട്. ആ വഴി കയറി കഴിഞ്ഞാൽ ഈ മലയുടെ അങ്ങ് മുകളിലെത്താം. അവിടെയാണ് ഈ ശിവൻ്റെ അമ്പലമുള്ളത്. ഈ മുമ്പിൽ പോകുന്ന ചേട്ടനാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹം ഈ ചണ്ഡിമാത അമ്പലത്തിലെ ചൗക്കീദാർ, മറ്റേ സെക്യൂരിറ്റിയാണ്. നന്ദഗോപാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വൈകുന്നേരം 5 തൊട്ട് രാവിലെ 9 മണി വരെയാണ് ഡ്യൂട്ടി. ഇപ്പോൾ ഫ്രീ ആയതുകൊണ്ട് എന്നെ സ്ഥലം കാണിക്കാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പേരുടെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കയറ്റാണ്. നടന്ന് ഊപ്പാട് തീർന്നു, വേർത്ത് കുളിച്ചു. മുകളിലെത്താറായെന്ന് തോന്നുന്നേ. ഇപ്പം നമ്മൾ കയറി വന്ന വഴിയാണിത്. ഇവിടെ ഇങ്ങോട്ട് കയറിയ ഭയങ്കര കയറ്റാണ്. അണച്ച് ഊപ്പാട് തീർന്നു. ഇത് ഇതിൻ്റെ ഏറ്റവും മുകളിലാണ് ശിവൻ്റെ അമ്പലത്തിൻ്റെ അടുത്തെത്തി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങപ്പുറത്ത് ഒരു ഗ്രാമമുണ്ട്, അതുമൊക്കെ കാണാം. ഈ ചേട്ടൻ്റെ വീട് അവിടെയാണെന്നാണ് പറഞ്ഞത്. അടിപൊളി വ്യൂ ആണ്. 2 മലകളുടെ ഇടയ്ക്കാണ് ഈ അമ്പലം ഇരിക്കുന്നത്. ആ കാണുന്നതാണ് അമ്പലം. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇനിയും ഒരു 10-30 അടിയും കൂടെ മുകളിലോട്ട് കയറിയെങ്കിൽ അവിടെ എത്തുള്ളൂ. കടുവയും കരടിയൊക്കെ ഉള്ള വലിയ കാടാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ളതാണ്. हाँ हाँ हाँ, वो बाग बहरा वही है। हाँ, मैं वो रास्ते से आया था बाइक में। हाँ हाँ, ഇതിവിടെ ഈ വലിയ പാറയിൽ ശിവൻ്റെ ഒരു പടം വരച്ച് വെച്ചിരിക്കുകയാണ്.
ഇപ്പുറത്ത് നന്ദിയുടെ പടവും ഉണ്ട്. ഇത് ദേവിയുടെ അമ്പലമാണ്. ഇതിനപ്പുറത്താണ് ശിവൻ്റെ അമ്പലമുള്ളത്. ഇതിലാണ് നമ്മൾ കയറി വന്നത്. ഇവിടെ ഹോളിയുടെ സമയത്ത് ഭയങ്കര ആഘോഷമാണെന്നാണ് പറഞ്ഞത്. ഇവിടെ കുറേ നല്ല രസമുള്ള ചിത്രശലഭങ്ങളെയൊക്കെ കാണാം. നിങ്ങൾക്ക് കാണാമെന്നറിയാൻ മേല. രണ്ട് പാറയുടെ ഇടയ്ക്കാണ് ദേവി. ആ ഇവിടെ നിന്ന് ശിവജിയുടെ അമ്പലത്തിലോട്ട് പോവാണ്. ओ ओ हो तुम्हारे गांव में सब आता है ये लोग? कुछ ശിവലിംഗ പ്രതിഷ്ഠയാണ് ഇവിടെ. ഇത് കാണാനാണ് നമ്മൾ താഴേന്ന് കയറി വന്നത്. ഇവിടെ ഒരു മത്സ്യത്തിൻ്റെ പടം വരച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ആൾക്കാർ പേരുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് പിന്നെ നമ്മുടെ ആൾക്കാർ ഒരു കോമൺ സ്വഭാവമാണ് എവിടെ കണ്ടു കഴിഞ്ഞാലും പേര് കുത്തി വെക്കുക എന്നുള്ളത്. ഇത് ഹനുമാൻ സ്വാമിയുടെ അമ്പലമാണ്. ചെറിയൊരു ഹനുമാൻ്റെ വിഗ്രഹവും ഒക്കെ ഉണ്ട് ഇവിടെ. ഹനുമാൻ്റെ ഒരു പടം വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നന്ദഗോപാൽ ചേട്ടൻ്റെ ഗ്രാമമാണ് ഈ കാണുന്നത്. ആ വെള്ള കെട്ടിടമൊക്കെ കാണുന്നത് ഇതെല്ലാം കൃഷിസ്ഥലങ്ങളാണ് അവരുടെ. ഇവിടെ ചെറിയ ചെറിയ കുളങ്ങളൊക്കെ ഉണ്ട്. ഇവർ മഴയെ ആശ്രയിച്ചാണ് കൃഷി ചെയ്യുന്നതൊക്കെ. പിന്നെ അതുകൂടാതെ ബോർവെല്ലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഈ ചണ്ഡിമാതാ അമ്പലത്തിൻ്റെ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു മലയുടെ മുകളിൽ ശിവൻ്റെയും ദേവിയുടെയും വേറൊരു അമ്പലമുണ്ട്. അവിടെയാണ് ഇപ്പം വന്ന് നിൽക്കുന്നത്. അതിൻ്റെ അവിടെ നിന്ന് ഇത്രയും മുകളിൽ നിന്നുകൊണ്ടാണ് ഈ ചേട്ടൻ്റെ ഗ്രാമത്തിലോട്ട് കാണുന്നത്. ചേട്ടൻ്റെ ഗ്രാമത്തിൽ ഇടയ്ക്കൊക്കെ ചേട്ടൻ പോകും. അവിടെ വീട് വൈഫൊക്കെ ഉണ്ട്, മക്കൾ 2 പേരുണ്ട്. അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് അമ്പലത്തിൽ. ചെറിയ ഗുഹയുണ്ട്. ഇവിടെയും ദേവിയുടെ ഒരു ചെറിയ പ്രതിഷ്ഠയുണ്ട്. ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ ഞങ്ങളിങ്ങോട്ട് ഇറങ്ങി. ഞാനും നമ്മുടെ നന്ദഗോപാൽ ചേട്ടനും കൂടെ കൂടി. ആ ഹാ ആ ഹാ ഹാ ഇവിടെ എന്തൊക്കെയോ പൂജയൊക്കെ ചെയ്യുന്നതിൻ്റെ ബാലൻസാണ് ഈ കാണുന്ന സാധനങ്ങളൊക്കെ. ജവാര എന്നാണ് പറഞ്ഞത്. ഗുഹയാണ്, ശരിക്കും ഒരു പക്കാ ഗുഹയാണ്. ഇവിടെ ഒരു ചെറിയ പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. ഇവിടെ ദേവിയുടെ ഒരു ശൂലമൊക്കെ വലുത് വെച്ചിട്ടുണ്ട്. ഇവിടെ തൊഴുതിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. അതിൻ്റെ അകത്തൂടെ വേണം കയറാനും ഇറങ്ങാൻ. കഷ്ടിച്ച് വലിയ വണ്ണമുള്ളവരാണ് ഇതിൻ്റെ അകത്തൂടെ ഇറങ്ങാൻ പറ്റിയല്ല, സംശയമില്ല. ഇത് നമ്മുടെ ചണ്ഡിമാതാ ക്ഷേത്രത്തിൻ്റെ ഇവിടുന്ന് ഈ മലയുടെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. മലയുടെ മുകളിൽ നിന്ന് തിരിച്ചിറങ്ങി ഇങ്ങ് താഴെ എത്താറായി. ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ മുകളിലോട്ട് കയറി തുടങ്ങിയത്. രാത്രി ഞാൻ അവിടെ അമ്പലത്തിൽ തന്നെ തങ്ങി അവിടെയാണ് കിടന്നുറങ്ങിയത്. അത് രാവിലെ ഒരു 6 മണിയാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് അമ്പലത്തിൻ്റെ മുൻപിൽ വന്ന് തൊഴുതതിന് ശേഷം ആ ഫ്രണ്ട് ഭാഗത്തുള്ള ഒരു വ്യൂ ഇങ്ങനെ കണ്ടതെടുത്താണ്. താഴെയൊക്കെ കാണുന്നത് കടകളൊക്കെയാണ്. ഇത് അതിരാവിലെയുള്ള അമ്പലത്തിൻ്റെ ലൈറ്റൊക്കെ ഇട്ടുള്ളൊരു കാഴ്ചയാണ്. ചണ്ഡിമാതാ ക്ഷേത്രത്തിൽ നിന്നും 100 കിലോമീറ്റർ മാറി മുങ്കൈമാത എന്ന് പറയുന്ന മറ്റൊരു ദേവീക്ഷേത്രമുണ്ട്. അവിടെയും ഇതുപോലെ കരടികൾ നിത്യസന്ദർശകരാണെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് ഞാൻ ഇനി പോകുന്നത്. അതിൻ്റെ വീഡിയോ ഉടനെ പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. ശുഭയാത്ര.